ദൈവഭക്തനായ ഇയ്യോബ് നേരിട്ടതുപോലെയുള്ള പരീക്ഷകൾ മറ്റാരെങ്കിലും സഹിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് ഭീകരമായിരുന്നു താൻ നേരിട്ട പരീക്ഷകൾ. ഒറ്റ ദിവസം കൊണ്ട് മഹാധനികനായിരുന്ന ഇയ്യോബ് സകലവും നഷ്ടപ്പെട്ടവനായി തീർന്നു. തൻ്റെ 10 മക്കളും അവന് നഷ്ടമായി. ഇത്രയും വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നപ്പോഴും ദൈവത്തോട് യാതൊരു പരാതിയും പറയാതെ യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞായിരുന്നു ആ വലിയ പ്രശ്നങ്ങളെ നേരിട്ടത്. എന്നാൽ തൻ്റെ ശരീരത്തിലുണ്ടായ വല്ലാത്ത പരുക്കൾ നിമിത്തം താൻ പതറിപ്പോയി. ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ തുടങ്ങി. വലിയ പ്രശ്നങ്ങളെ സധൈര്യം നേരിട്ട ഇയ്യോബിന് നീണ്ടു നിന്ന ചെറിയ പ്രശ്നങ്ങൾ വല്ലാതെ അലട്ടുകയുണ്ടായി. നമ്മുടെയും ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒട്ടനവധിയായ പ്രശ്നങ്ങളെ നാം നേരിട്ടിട്ടുണ്ട്, ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നു. വലുതായി വന്ന പ്രശ്നങ്ങളെ പലപ്പോഴും തരണം ചെയ്ത ഒട്ടനവധി ചരിത്രങ്ങൾ നമുക്കുണ്ട്. എന്നാൽ പലവട്ടം പ്രാർത്ഥിച്ചിട്ടും മാറിപ്പോകാതെ ജീവിതത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ചെറിയതായ പല പ്രശ്നങ്ങളുടെയും മുഖത്ത് നാം പതറിപ്പോകുന്നവരല്ലേ? നാം തിരിച്ചറിയേണ്ട കാര്യം, അവർ ഗാഡ് ഈസ് എ ഗാഡ് ഓഫ് സ്മോൾ തിങ്സ് ടു. നമ്മുടെ ദൈവം ചെറിയ കാര്യങ്ങളുടെയും ദൈവമാണ്. വലിയ പ്രശ്നങ്ങളുടെ മുമ്പിൽ നമുക്ക് വലിയ ദൈവാശ്രയമുണ്ടായിരുന്നു. എന്നാൽ പലപ്പോഴും ചെറിയ പ്രശ്നങ്ങളിലും ദൈവം മതിയായവനാണ് എന്ന് വിശ്വസിക്കുവാൻ കഴിയാതെ പോകുന്നു. അതുകൊണ്ടല്ലേ പെറുപെറുപ്പും പരാതികളും പരിഭവങ്ങളുമായി നാം നടക്കുന്നത്. നമ്മുടെ മനസ്സ് പതറിക്കുവാൻ, മനസ്സമാധാനം കെടുത്തിക്കളയുവാൻ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ദൈനംദിന ജീവിതത്തിൽ ഓരോന്നായി കടന്നു വരുമ്പോൾ വലിയ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ സഹായിച്ച അതേ ദൈവം തന്നെ ചെറിയ പ്രശ്നങ്ങളുടെ കാര്യത്തിലും പരിഹാരം തരുന്നവനാണ് എന്നാഴമായി വിശ്വസിക്കുക. സ്തുതിയോടും സ്തോത്രത്തോടും നന്ദിയുള്ള ഹൃദയത്തോടും കൂടെ നാം ഓരോ ദിവസവും ദൈവസന്നിധിയിൽ വരികയും ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുകയും ചെയ്യുന്ന പക്ഷം നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് അവിടുന്ന് ആലോചന പറഞ്ഞ് വഴി നടത്തുവാൻ ശക്തനാണ്. ഇന്ന് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന നീണ്ടു നിൽക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മെ വല്ലാതെ അലട്ടുന്നുണ്ടായിരിക്കാം. കർത്താവിൽ നമുക്കുറച്ച് ദൈവിക വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ച് എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുക. Have a blessed day.